സാധാരണ ഒരു ജയിലിൽ ക്രിമിനൽസ്, കള്ളന്മാര് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ജയിൽ പുള്ളികൾ. എന്നാൽ സൂപ്പർ പവേഴ്സ് ഉള്ള കുറ്റവാളികളെ ശിക്ഷിക്കാനായിട്ട് പ്രത്യേകം തരം ഒരു ജയിലാണ് സാൻ ടിബറോൺ. ആ ജയിലിലെ വിശേഷങ്ങളാണ് 2022 പുറത്തിറങ്ങിയ കറക്റ്റീവ് മെഷേഴ്സ് എന്ന സിനിമയിൽ പറയുന്നത്. മച്ചാമാരെ, കഥ അവസാനം വരെ കാണുക, കാരണം ക്ലൈമാക്സിലൊക്കെ വമ്പൻ ട്വിസ്റ്റ് ആണ്. അപ്പോ കഥയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഗുണ്ടകൾ ഒരു അസാസിനെ കെട്ടിയിട്ട് തല്ലുന്നത് കാണാം. കാരണം ആ ഗുണ്ടകൾ ഈ അസാസിനോട് ഒരുത്തനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ അസാസിൻ കൊല്ലാൻ ഏൽപ്പിച്ചവന്റെ വീടും കുടുംബവും പച്ചക്ക് കത്തിച്ചു. എന്നാൽ അവൻ മാത്രം ചത്തിട്ടില്ല. അപ്പൊ കൊല്ലേണ്ടവൻ ചാവാത്തത് കാരണമാണ് ഈ ഗുണ്ടകൾ ഈ അസാസിനെ തല്ലുന്നത്. ഈ ഗുണ്ടയാണെങ്കിൽ അവന്റെ തല പച്ചക്ക് തിന്നും എന്ന് പറയാണ്. ആൻഡ് ബൈ ദ വേ, ഇത് മാസ്ക് ധരിച്ച ആളൊന്നുമല്ലാട്ടോ. അങ്ങേരുടെ മുഖം ശരിക്കും എങ്ങനെയാണ്. എനിവേസ്, അവർ ക്രൂരമായി ഈ അസാസിനെ മർദ്ദിച്ചതിന് ശേഷം അദ്ദേഹത്തെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ അപ്പോഴാണ് ഒരുത്തൻ തോക്കുമായി വന്ന് അവരൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പേ ബാക്ക് എന്നാണ്. ഈ പേ ബാക്ക് 3-4 പേരെ വെടിവെച്ച് കൊന്നു കളഞ്ഞെങ്കിലും ഒരുത്തനെ എത്ര വെടിവെച്ചിട്ടും അവൻ ചാവുന്നില്ല. കാരണം അവൻ ധരിച്ച ജാക്കറ്റ് ബുള്ളറ്റ് പ്രൂഫ് ആണ്. അങ്ങനെ പേ ബാക്ക് ആ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചവനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പേ ബാക്ക് അവനെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് കൊന്നു കളഞ്ഞു. അതിനുശേഷം ആ ചിമ്പാൻസി പോലത്തെ ഒരുത്തനെ ഒറ്റ ഇടിയിൽ വീഴ്ത്തി. അതിനുശേഷം അവന്റെ 2 കണ്ണുകളും പേ ബാക്ക് കുത്തി പുറത്തെടുക്കുകയാണ്. അങ്ങനെ ആ അസാസിൻ പേ ബാക്കിനോട് താങ്ക് യു പറയാണ്, അദ്ദേഹത്തിന്റെ ജീവനെ രക്ഷിച്ചതിന്. എന്നാൽ പേ ബാക്ക് പറയണം, നിന്നോട് ആരാണ് ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞത്? നിന്നെ വേറെ ആൾക്കാർ കൊല്ലാൻ പാടില്ല, കാരണം നീ എന്റേതാണ്. നിനക്ക് ഓർമ്മ ഉണ്ടാവത്തില്ല, എന്നാൽ നീയാണ് എന്റെ കുടുംബത്തെ ഇല്ലാതെയാക്കിയത്. എന്റെ ഭാര്യയെ കൊന്നത് നീയാണ്, എന്റെ മകളെ കൊന്നതും നീയാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് പേ ബാക്ക് അവനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. എന്തായാലും അപ്പോഴേക്കും അവിടെ പോലീസ് വന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, പേ ബാക്ക് ഒരു സാധാരണക്കാരനല്ല, ആൾക്ക് ചില സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് അങ്ങേരുടെ ഒരു ഇടിക്ക് തന്നെ ഭയങ്കര പവറാണ്. അതാണ് പേ ബാക്കിന്റെ സൂപ്പർ പവർ. പോലീസ് വന്നപ്പോൾ വേണമെങ്കിൽ പേ ബാക്കിന് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ പോലീസിന് പേ ബാക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയാണ് കറക്റ്റീവ് മെഷേഴ്സ് എന്ന സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നാട്ടിൽ എന്താണ് നടന്നത് എന്ന് ചോദിച്ചാൽ, ഭൂരിഭാഗം മനുഷ്യർക്കും ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ ഭൂരിഭാഗം മനുഷ്യരും എൻഹാൻസ്ഡ് ഹ്യൂമൻസ് ആയി മാറി. അങ്ങനെ പല മനുഷ്യരുടെയും രൂപം മാറി. നമ്മൾ കണ്ടിട്ടില്ലേ ചിമ്പാൻസി പോലുള്ള മുഖമുള്ള വില്ലനെയൊക്കെ? അങ്ങനെ അതുപോലെ വേറെയും പല മനുഷ്യരുണ്ടായി. അതേപോലെ ഒരുപാട് മനുഷ്യർക്ക് സൂപ്പർ സ്ട്രെങ്സും സൂപ്പർ പവേഴ്സും ഒക്കെ ലഭിച്ചു. സോ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇതുപോലെ സൂപ്പർ പവർ ലഭിച്ചാൽ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും പലരും അവരുടെ സൂപ്പർ പവേഴ്സ് ദുരുപയോഗം ചെയ്യും. അങ്ങനെ ഈ സൂപ്പർ പവേഴ്സ് ഉള്ള മനുഷ്യര് ബാങ്ക് കൊള്ളയടിക്കാൻ തുടങ്ങി, പാവപ്പെട്ട മനുഷ്യരെ കൊന്നുകളയാനേ തുടങ്ങി. അങ്ങനെ പല വൃത്തികെട്ട പ്രവർത്തികൾ ഇവന്മാര് ചെയ്തു കൂട്ടാനേ തുടങ്ങി. എന്നാൽ ഇതിലും നല്ലവരായ സൂപ്പർ പവേഴ്സ് ഉള്ള മനുഷ്യരുമുണ്ട്. എന്തായാലും സൂപ്പർ പവേഴ്സ് ഉള്ള കുറ്റവാളികളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് രാജ്യത്ത് ഒരു ജയിൽ ആരംഭിക്കുന്നത്. അതാണ് സാൻ ടിബറോൺ ഊബർമാക്സ് പ്രിസൺ. അപ്പോൾ ഇവിടെ ന്യൂസിലെ വാർത്ത എന്തെന്ന് വെച്ചാൽ, നമ്മൾ കഥയുടെ തുടക്കത്തിൽ തന്നെ കണ്ട പേ ബാക്ക് അറസ്റ്റിലായതാണ്. ഇനി പേ ബാക്ക് ജീവിതകാലം മുഴുവനും സാൻ ടിബറോൺ ജയിലിലായിരിക്കും ശിക്ഷ അനുഭവിക്കുക. 50ഓളം കുറ്റകൃത്യങ്ങളാണ് പേ ബാക്ക് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനും ജയിലിന്റെ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാനും ചാനൽ ലൈവിലെ സാൻ ടിബറോൺ ജയിലിലെ വാർഡനായ ഡെവ്ലിൻ ചേരുന്നുണ്ട്. ഇദ്ദേഹത്തോട് റിപ്പോർട്ടർ ചോദിക്കാണ്, താങ്കളാണല്ലോ ജയിൽ വാർഡൻ, ആ ജയിൽ വളരെ ക്രൂരമായ ശിക്ഷകളാണ് നടപ്പിലാക്കുന്നത്. ജയിൽ പുള്ളികളെ ക്രൂരമായിട്ടാണ് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ വാർത്ത കേൾക്കാറുണ്ട്. അതൊക്കെ സത്യമാണോ സർ? അവർ കുറ്റവാളികളാണെങ്കിലും അവരും മനുഷ്യരല്ലേ? സോ അതുപോലെ അവര് ട്രീറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഡെവലിൻ പറയാണ്, കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ രാജ്യത്ത് സാൻ ടിബറോൺ എന്ന ജയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ വാർഡനായി ഇരിക്കുന്ന ഈ ജയിലിൽ നിന്ന് ഇന്നേ വരെ ഒരു കുറ്റവാളിയും ജയിൽ ചാടിയിട്ടില്ല. എല്ലാവർക്കും സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഉണ്ട്. എന്നാൽ ജയിലിന്റെ അകത്ത് അവർക്ക് അവരുടെ ഒരു സൂപ്പർ പവേഴ്സും ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഇനി അവരെ എങ്ങനെ ശിക്ഷിക്കണം, എങ്ങനെ നോക്കണം എന്നൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് ഡെവലിൻ കോൾ കട്ട് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, ഇനി ഡെവ്ലിൻ എന്ന വാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് വലിയ ഒരു അഴിമതിക്കാരനാണ്. എന്നാൽ അതൊന്നും പുറം ലോകത്തിന് അറിയത്തില്ല. ജയിലിന്റെ അസിസ്റ്റന്റ് വാർഡനാണ് ഫെലീസിയ. ഡെവലിന് റിട്ടയർ ആയാൽ അടുത്ത ജയിലിന്റെ വാർഡൻ ഫെലീസിയ ആയിരിക്കും. സോ ഫെലീസിയ ഡെവലിനോട് ജയിലിലേക്ക് പുതിയ ജയിൽ പുള്ളികൾ വരുന്നുണ്ട് എന്ന് പറയാണ്. സോ ആ ബസ്സിൽ പേ ബാക്ക് ഉണ്ട്. ഇവന്റെ പേരാണ് ഡിയാഗോ ഡിയാസ്. ഒരു മോഷണ കുറ്റത്തിന് പിടിക്കപ്പെട്ടിട്ടാണ് ഡിയാഗോ ഡിയാസ് എന്ന ഇദ്ദേഹത്തിന് 5 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്. ഡിയാഗോ പേടിച്ച് ജയിലിലേക്ക് കയറുന്നത് കാണാം. ജയിൽ പുള്ളികളൊക്കെ പുതുതായി വരുന്ന ജയിൽ പുള്ളികളെ ന്യൂ ഫിഷ്, ന്യൂ മീറ്റ് എന്നൊക്കെ പറഞ്ഞ് ജയിലിലേക്ക് കളിയാക്കിക്കൊണ്ട് സ്വാഗതം
ചെയ്യുകയാണ്. ഇവന്റെ പേരാണ് ഡയമണ്ട് ജിം. ഇവൻ കുറച്ചധികം കാലമായി ജയിലിലായിട്ട് പേ ബാക്കിന് ശത്രുവാണ് ജിം. ജിം പേ ബാക്ക് ജയിലിലെത്തിയപ്പോൾ അവനോട് പറയാണ്, നീ എന്റേതാണ്, നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലും, എന്റെ പകയെല്ലാം ഞാൻ വീട്ടും. ഓക്കെ ഗൈസ്, ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും, ഇവന്മാർക്ക് എല്ലാവർക്കും സൂപ്പർ പവേഴ്സ് ഇല്ലേ, അത് വെച്ച് ഈ ജയിൽ ചാടിക്കൂടെയെന്ന്. ഒരിക്കലും പറ്റത്തില്ല. കാരണം ആ ജയിലിൽ നിന്ന് അവർ എല്ലാവരുടെയും കാലിൽ ഒരു മെഷീൻ ധരിപ്പിക്കുന്നത് കാണാം. ആ മെഷീന്റെ പേരാണ് പവർ നള്ളിഫയിങ് എക്വിപ്മെന്റ്. ആ മെഷീൻ കാലിൽ ധരിച്ചാൽ പിന്നെ നിങ്ങളുടെ സൂപ്പർ പവേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല, ജയിലിലെ ഓഫീസേഴ്സിന് അവരുടെ കയ്യിലുള്ള ഐപാഡ് യൂസ് ചെയ്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ജയിലിൽ നിന്ന് വല്ല പ്രശ്നമുണ്ടാക്കിയാൽ അവർ ഈ ഐപാഡിൽ കൺട്രോൾ ചെയ്ത് നിങ്ങളെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തും. ഈ ഓഫീസറിന്റെ പേരാണ് ലിസ്. ലിസ് എന്ന ഓഫീസറിനും സൂപ്പർ സ്ട്രെങ്ത് ഉണ്ട്. സോ ഇവിടെ ക്യാപ്റ്റൻ ജേസൺ പേ ബാക്കിനെ കളിയാക്കിയപ്പോൾ പേ ബാക്ക് മുന്നിലേക്ക് ദേഷ്യത്തോടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ക്യാപ്റ്റൻ ജേസൺ പറയാണ്, ഓ നീ എനിക്ക് നേരെ വരാനൊന്നും ആയിട്ടില്ല, പിന്നിലേക്ക് പോടാ. എന്നാൽ പേ ബാക്ക് പോകുന്നില്ല. ശരി, നീ പോകേണ്ട എന്ന് പറഞ്ഞ് ഐപാഡിൽ ക്യാപ്റ്റൻ ജേസൺ പേ ബാക്കിനെ ഷോക്ക് അടിപ്പിച്ചു. അങ്ങനെ പേ ബാക്ക് പിന്നോട്ടേക്ക് പോയി. സോ പേ ബാക്കിന് മനസ്സിലായി തനിക്ക് ഇവിടെ ഇനി ഒരു സൂപ്പർ പവറും ഇല്ല എന്ന്. സോ പേ ബാക്കിന്റെയും ഡിയാഗോ ഡിയാസിന്റെയും ജയിലിലെ ഫസ്റ്റ് ഡേ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ആദ്യം തന്നെ പേ ബാക്ക് ചെന്നത് തന്നെ വെല്ലുവിളിച്ച ഡയമണ്ട് ജിമ്മിന്റെ അടുത്തേക്കാണ്. അങ്ങനെ അവരോട് പറയാണ്, നിനക്ക് ഇവിടെ സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ വെറും ഒരു പച്ചയായ മനുഷ്യനാണ്. അങ്ങനെ അവന്മാര് രണ്ടുപേരും ഭയങ്കര ഫൈറ്റായി. പേ ബാക്കിന്റെ വായു മുറിന് രക്തം വന്നപ്പോൾ അത് വെച്ച് പേ ബാക്ക് ക്രോസ് ആക്കുന്നതൊക്കെ കാണാം. എനിവേസ് ഫൈനലി അവർ ഒരുപാട് സമയം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഫീസേഴ്സ് അവിടെ വന്ന് രണ്ടുപേരും ഷോക്ക് അടിപ്പിച്ചു. പരിക്കേറ്റ് രണ്ടുപേരും മെഡിക്കൽ വാർഡിലേക്ക് മാറ്റുകയാണ്. ആ സമയമാണ് ഡിയാഗോ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഇദ്ദേഹം കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. ആളുടെ പേര് ഗോർഡൻ ട്വീഡി എന്നാണ്. ട്വീഡിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ദ കണ്ടക്ടർ. ബസ് കണ്ടക്ടർ അല്ലാട്ടോ, ആൾക്ക് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയും. കറണ്ട് ഉപയോഗിച്ച് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ട്വീഡിക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ആ സൂപ്പർ പവർ വെച്ച് ചില കുറ്റകൃത്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ട്വീഡി ജയിലിലായത്. 10-15 വർഷമായി ട്വീഡി ജയിലിലായിട്ട് ട്വീഡിക്ക് താൻ പണ്ട് ചെയ്ത പല കാര്യങ്ങളിലും കുറ്റബോധമുണ്ട്. ഇനി നല്ലൊരു മനുഷ്യനായിട്ട് ജയിൽ മോചിതനാകണം എന്നൊക്കെയാണ് ട്വീഡിയുടെ ആഗ്രഹം തന്നെ. ഇവിടെ ഡിയാസിന് പല നല്ല ഉപദേശങ്ങൾ ട്വീഡി കൊടുക്കുന്നത് കാണാം. അതായത് എപ്പോഴും മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും, അതിലൊന്നും നീ ചെന്ന് ഇടപെടരുത്. കാരണം നീ വിചാരിച്ചാൽ ഇവന്മാരെ നിനക്ക് നന്നാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവർ നടന്നു പോകുമ്പോഴാണ് അവര് വലിയ ഒരു മനുഷ്യന്റെ മുന്നിൽ ചെന്ന് പെട്ടത്. അപ്പൊ ഇദ്ദേഹമാണ് ഡേറിയസ്. ഡേറിയസ് ഇവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഇന്ന് വന്ന ആളാണ്, ഇവന്റെ പേര് ഡിയാഗോ ഡിയാസ് എന്നാണ് എന്നും ട്വീഡി പറയാണ്. അത് കേട്ട് ഒന്നും പറയാതെ ഡേറിയസ് പോവുകയാണ്. ഡേറിയസ് പോയതിനു ശേഷം ട്വീഡി ഡിയാസിനോട് പറയാണ്, പേടിക്കേണ്ട, അവനെ കാണാൻ അങ്ങനെയാണെങ്കിലും ആള് പാവമാണ്. അതിനുശേഷം ട്വീഡി ഈ ജയിലിനെ കുറിച്ച് പറയാണ്, അതായത് എന്റെ കാലിൽ ഈ എക്വിപ്മെന്റ് ഇല്ലെങ്കിൽ എനിക്ക് ഈ ബിൽഡിംഗ് അടക്കം എന്റെ കൈ വെച്ച് പറത്താൻ സാധിക്കും. എന്നാൽ ഇവന്മാര് എന്റെ സൂപ്പർ പവേഴ്സ് എല്ലാം നള്ളിഫൈ ചെയ്തു. എന്റേത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജയിൽ പുള്ളികളുടേതും. അപ്പൊ ഡിയാസ് ചോദിക്കാണ്, ഇതുവരെ അപ്പോൾ ഈ ജയിലിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ലേ, ഐ മീൻ ചാടിപ്പോയിട്ടില്ലേ? പലരും പല തവണ ശ്രമിച്ചെങ്കിലും എല്ലാവരും പരാജയപ്പെട്ടു. അതിനുശേഷം ഡിയാസ് ഈ ജയിലിൽ അടക്കപ്പെട്ട് ഈ ജയിലിലെ തന്നെ ഏറ്റവും ശക്തനായ ജയിൽ പുള്ളിയായ ലോബ് എന്ന ആളെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ ഇത് ഡിയാസ് ചോദിച്ചത് ലോബിനെ അടിച്ചിട്ടുള്ള സെല്ലിന്റെ മുന്നിൽ വെച്ചാണ്. പെട്ടെന്ന് ട്വീഡി ഡിയാസിനെ പിന്നോട്ടേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് പറയാണ്, മെല്ലെ പറ, അവിടെയാണ് ദ ലോബിനെ അടച്ചിട്ടുള്ളത്. ഈ ജയിലിലെ ഏറ്റവും ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് അത്. ഈ ജയിലിലെ സാധാരണ ജയിൽ പുള്ളികളെയൊക്കെ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും നനക്കാനും ഒക്കെ ആയിട്ട് സെല്ലിൽ നിന്ന് പുറത്തിറക്കാറുണ്ട്. എന്നാൽ ലോബിന് അവരെ പുറത്തിറക്കാറേയില്ല. അവൻ അത്രയും ഡേഞ്ചറസ് ആണ്. അവന്റെ സൂപ്പർ പവർ നള്ളിഫൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ഈ ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ലോബ് എന്ന് അവന് ആൾക്കാരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ട് തനിക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യിക്കാൻ പറ്റും. എന്തായാലും ആളിപ്പോൾ വർഷങ്ങളോളമായിട്ട് ഈ ജയിലാണുള്ളത്. എന്തായാലും ലോബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ട്വീഡിക്ക് പേടിയാവുന്നു. സോ ഇവിടെ അസിസ്റ്റന്റ് വാർഡന്റെ അടുത്ത് പോയിട്ട് പറയാണ്, സമയമായി എന്ന്. അതായത് ഇന്ന് ലോബിന്റെ ട്രയൽ ദിവസമാണ്. അങ്ങനെ മുഖത്തൊക്കെ മാസ്ക് ധരിപ്പിച്ച് ഒരു ഓഫീസർ ലോബിനെ കൊണ്ടുവരുന്നത് കാണാം. അങ്ങനെ കസേരയിൽ ഇരുത്തിയതിനു ശേഷം മുഖത്ത് ധരിച്ചിട്ടുള്ള മാസ്ക് അഴിക്കുകയാണ്. അപ്പോ ഇതാണ് നിങ്ങൾ കേട്ട ലോബ് എന്ന ആള്. ആക്ച്വലി ഇദ്ദേഹം കഥയിലെ വില്ലൻ ഒന്നുമല്ല, കഥയിലെ ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ലോബിനോട് ചോദിക്കാണ്, നിങ്ങൾ റീഹാബിലേറ്റഡ് ആയോ? നിങ്ങൾ തിരിച്ച് സൊസൈറ്റിയിലേക്ക് പോകാൻ തയ്യാറാണോ? അഥവാ സൊസൈറ്റിയിലേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? നിങ്ങൾ ഡേഞ്ചറസ് ആയിരിക്കുമോ?
ഈ ചോദ്യത്തിനൊക്കെ ലോബ് ഉത്തരങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ലോബിന് ഇപ്രാവശ്യവും പാരോൾ ലഭിച്ചിട്ടില്ല. സോ ഇവിടെ ലോബിനെ കാണാനായിട്ട് വാർഡൻ വന്നു. വാർഡനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആള് ഭയങ്കര അഴിമതിക്കാരനാണ്. ഈ കുറ്റവാളിയായ ലോബിന്റെ പേരിൽ കോടിക്കണക്കിന് അഥവാ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ആസ്തിയാണുള്ളത്. എന്നാൽ അത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അതിൽ നിന്ന് ഒരു വിഹിതം തന്റെ പേരിലേക്ക് ആക്കണം എന്നൊക്കെയാണ് വാർഡൻ പല തവണയായിട്ട് ലോബിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ലോബ് അതിന് എപ്പോഴും കൊടുക്കുന്ന മറുപടി, നിങ്ങൾ എപ്പോഴാണോ ഈ വാർഡൻ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ആവുന്നത് ആ ദിവസം ഞാൻ നിങ്ങൾക്ക് എന്റെ സ്വത്തിന്റെ ഒരു വിഹിതം മാറ്റിത്തരും. സോ ഇവിടെ നേരത്തെ പരിചയപ്പെട്ട പേ ബാക്കിനെ ചികിത്സിക്കുന്ന ഈ ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ ഇസബെല്ല. പുള്ളിക്കാരി നൈസാണ്, മറ്റുള്ളവരെ പോലെയൊന്നുമല്ല, നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. സോ അവിടെ ട്രാഷ് കളക്ട് ചെയ്യാനായിട്ട് ഡിയാസ് വന്നിട്ടുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും പരിചയപ്പെട്ടു. പുള്ളിക്കാരിക്ക് ഡിയാസിന്റെ സ്വഭാവമൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. കാരണം മറ്റുള്ള ജയിൽ പുള്ളികളെ പോലെയൊന്നുമല്ല, നല്ല പെരുമാറ്റമുള്ള വ്യക്തിയാണ് നമ്മുടെ ഡിയാസ്. അങ്ങനെ അവര് പരിചയപ്പെട്ടതിനു ശേഷം ഡോക്ടർ ചെന്നത് നമ്മുടെ ലോബിനെ മെഡിക്കൽ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സമയം അവിടെ ചികിത്സക്കായി കിടക്കുന്ന പേ ബാക്ക് കണ്ണ് തുറന്നതായിട്ട് കാണാം. അങ്ങനെ പേ ബാക്ക് അവിടെ ചെന്ന് ഡോക്ടറിനെ കഴുത്തി പിടിച്ച് അവിടെ ഇരുത്തി ബോധം കെടുത്തി. എന്നിട്ട് പേ ബാക്ക് ലോബിനെ കൊല്ലാനായിട്ട് പോവുകയാണ്. കാരണം പേ ബാക്കിന് ലോബുമായിട്ടും ശത്രുതയുണ്ട്. എന്നാൽ പേ ബാക്ക് ലോബിനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ അവിടെ പെട്ടെന്ന് ഡിയാസ് വന്ന് പേ ബാക്കിനെ തടയുകയാണ്. അതായത് ലോബിന്റെ ജീവന് ഡിയാസ് രക്ഷപ്പെടുത്തി. പിന്നീട് അവിടെ ഓഫീസർ വന്ന് പേ ബാക്കിനെ തടവിലാക്കി. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ജയിലിൽ ഡിയാസിന് നല്ല പേരായിട്ടുണ്ട്. കാരണം ഒന്നാമത് പേ ബാക്ക് എന്ന ശക്തനായ ആളെയാണ് ഡിയാസ് തടഞ്ഞത്, മാത്രമല്ല രക്ഷിച്ചത് ലോബിനെയും. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന സമയത്ത് മറ്റു ജയിൽ പുള്ളികളൊക്കെ അവരുടെ കപ്പ് പുഡിംഗ് ഡിയാസിനായിട്ട് കൊടുക്കുന്നത് കാണാം, ഒരു ആദരവ് പോലെ. അങ്ങനെ ട്വീഡി വെൽ ഡൺ, ഞാൻ നീ വിചാരിച്ചത് പോലെയല്ല എന്നൊക്കെ പറയാണ്. ആ സമയം ഒരു ഓഫീസർ ഡേറിയസിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് കാണാം. അതിനുശേഷം ഡേറിയസും ഡിയാസിന്റെ അടുത്ത് വന്ന് തന്റെ കപ്പ് പുഡിംഗ് അവിടെ വെച്ച് ആദരവ് കാണിക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം എന്ന് ഡിയാസിനോട് ഡേറിയസ് പറയാണ്. സോ ഡിയാസ് ഡേറിയസിനെ കൂട്ടിപ്പോയത് ലോബിന്റെ സെല്ലിന്റെ അടുത്തേക്കാണ്. ഈ ഡേറിയസിന്റെ ബോസ് ആണ് നമ്മുടെ ലോബ്. അങ്ങനെ ലോബ് ഡിയാസിനോട് നന്ദി പറയാണ്. അതിനുശേഷം ലോബ് പറയാണ്, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്, പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഇനി മുതൽ നീ ജയിൽ കഫ്തീരിയയിൽ ജോലി ചെയ്താൽ മതി. അങ്ങനെ ആവട്ടെ എന്ന് ഡിയാസും പറഞ്ഞു. സോ ഗൈസ്, നമ്മൾ പറഞ്ഞു വാർഡൻ റിട്ടയർ ആയാൽ അടുത്ത വാർഡൻ ആവേണ്ടത് ഫെലീസിയ എന്ന അസിസ്റ്റന്റ് വാർഡനാണ്. എന്നാൽ പുള്ളിക്കാരി പല കാര്യത്തിനായിട്ട് വാർഡൻ ഡെവിലുമായിട്ട് എതിരാണ്, പ്രത്യേകിച്ച് അഴിമതിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ താൻ റിട്ടയർ ആയാൽ അടുത്ത വാർഡനായിട്ട് ഡെവിലിൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാപ്റ്റൻ ജേസണിനെയാണ്. എന്നാൽ ക്യാപ്റ്റൻ ജേസൺ ആണെങ്കിൽ ഒരുപാട് നാളായിട്ട് ഈ ജോലി മതിയാക്കി തന്റെ കുടുംബത്തിന്റെ കൂടെ സമയം ചിലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ഇവിടെ എന്തായാലും ചികിത്സയിലുണ്ടായ ജിമ്മും അതേപോലെ പേ ബാക്കും മെഡിക്കൽ വാർഡിൽ നിന്ന് റിലീസായി തിരിച്ച് പഴയ സെല്ലിലേക്ക് തന്നെ അവരെ മാറ്റുകയാണ്. പിന്നെ ലോബാണെങ്കിൽ തന്റെ സ്വത്തിന്റെ വിഹിതം വാർഡൻ ഡെവിലിന് നൽകാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം ലോബിന് ജയിലിലേക്ക് 5 സ്റ്റാർ ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കാനായി തുടങ്ങി. സോ ഇന്ന് ട്വീഡിയുടെ ട്രയലാണ്. അപ്പൊ ഈ ട്രയലിൽ തനിക്ക് എന്തായാലും ജയിൽ മോചിതനാവാൻ പറ്റുമെന്ന് ട്വീഡിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ട്വീഡി അത്രയും നല്ലൊരു മനുഷ്യനായി മാറിയിട്ടുണ്ട്. സമൂഹത്തിന് താൻ അപകടകാരിയല്ല എന്ന് ട്വീഡിക്ക് തന്നെ നല്ല വിശ്വാസമുണ്ട്. പക്ഷെ അവിടുന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ട് ട്വീഡിക്ക് ദേഷ്യം വന്നു. ട്വീഡി പെട്ടെന്ന് എഴുന്നേറ്റ് ഷൗട്ട് ചെയ്തു. അങ്ങനെ ട്വീഡിയുടെ പാരോൾ റിജക്ട് ചെയ്തു. ഇനി 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ട്വീഡിക്ക് അടുത്ത ട്രയൽ ലഭിക്കത്തുള്ളൂ. അത് ആലോചിച്ച് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് കഫ്തീരിയൽ ട്വീഡി ഇരിക്കുമ്പോൾ എന്താ ഒരു സങ്കടം എന്ന് ചോദിച്ച് ഡിയാസ് വന്നു. ഏയ്, എന്റെ പാരോള് റിജക്റ്റ് ആയി, അതിന്റെ ചെറിയ ഒരു വിഷമമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോഴാണ് ഡേറിസ് ഒരു ചെറിയ സ്റ്റീൽ റോഡ് ട്വീഡിക്കായി അവിടെ ടേബിളിൽ വെച്ചിട്ട് പോയത്. എന്താണ് ഇനി നടക്കാനായി പോകുന്നത് എന്നൊന്നും ഡിയാസിന് മനസ്സിലാവുന്നില്ല. തിരിച്ച് സെല്ലെത്തിയ പേ ബാക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായി വന്നു. നിങ്ങൾക്കാർക്കും എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും അവരുടെ ജോലി നോക്കി പോകുന്നു. സോ ഇവിടെ ട്വീഡി ആണെങ്കിൽ ഡേറിയസ് കൊടുത്ത മെറ്റൽ റോഡ് വെച്ച് തന്റെ കാലിലുള്ള നള്ളിഫൈങ് എക്വിപ്മെന്റ് അഴിക്കുകയാണ്. അതായത് ട്വീഡിക്ക് തന്നെ സൂപ്പർ പവർ ലഭിച്ചു. അങ്ങനെ ഓഫീസർ ട്വീഡിയോട് ചോദിക്കാണ്, നിന്റെ എക്വിപ്മെന്റ് എവിടെ? നീ എങ്ങനെയാണ് അത് അഴിച്ചത്? അവിടെ അപകടം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ഓഫീസർ പെട്ടെന്ന് വയർലെസ്സിലേക്ക് കൂടി മറ്റു ഓഫീസേഴ്സിനെ വിവരം അറിയിച്ചു. സോ കണ്ടക്ടർ എന്ന് അറിയപ്പെടുന്ന കറന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ട്വീഡിയുടെ ശരീരത്തിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ട്വീഡി ടേബിളിന്റെ മുകളിൽ കയറി അവിടെയുള്ള ലൈറ്റിനെ വയർ വലിച്ച് സ്വയം ഷോക്ക് അടിപ്പിക്കുകയാണ്. അഥവാ തന്റെ ശരീരം ചാർജ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഓഫീസറിനെ നേർക്ക് തന്റെ സൂപ്പർ പവർ ട്വീഡി ഉപയോഗിച്ചു. ആ ഓഫീസർ അപ്പോൾ തന്നെ സ്പോട്ടിൽ മരണപ്പെട്ടു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ട്വീഡിയുടെ സൂപ്പർ പവർ എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ കണ്ട് ഡിയാസ് ശരിക്കും ഷോക്കായി. എന്നിട്ട് വീണ് കിടക്കുന്ന ഓഫീസറിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് പോവുകയാണ്. എന്നാൽ
കാര്യമില്ല, അദ്ദേഹം ഓൾറെഡി മരണപ്പെട്ടു. പിന്നീട് ട്വീഡി മുകളിലേക്ക് തന്റെ സൂപ്പർ പവർ മുഴുവനായിട്ടും ഉപയോഗിച്ചു. അങ്ങനെ ആ ജയിലിലെ എല്ലാ CCTVയും ഓഫായി. മുഴുവനും അലാറം അടിയാനായിട്ടും തുടങ്ങി. ഓഫീസർ അവരുടെ ഐപാഡ് വെച്ച് കൺട്രോൾ ചെയ്യാനായി നോക്കുമ്പോൾ ഒന്നും വർക്കിംഗ് അല്ല. എല്ലാം ട്വീഡിയുടെ പവർ കാരണം ഹാങ് ആയി പോയി. ഈ സമയം പുറത്ത് ജയിൽ പുള്ളികൾ എല്ലാവരും കിടിലൻ ഇടിയാണ്, അപ്പുറവും ഇപ്പുറവുമായി. എന്നാൽ അപ്പോഴേക്കും ഫെലീസിയ എന്ന അസിസ്റ്റന്റ് വാർഡനെ ഹാങ് ആയ ഡിവൈസ് ഒക്കെ തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. പുള്ളിക്കാരി മെയിൻ വാർഡനേക്കാൾ ബുദ്ധിശാലിയാണ്. അങ്ങനെ അത് വെച്ച് ഈ പുറത്തുനിന്ന് ഫൈറ്റ് ചെയ്യുന്ന ജയിൽ പുള്ളികളൊക്കെ ഷോക്ക് കൊടുത്ത് അവരെ വീഴ്ത്തി. എന്നിട്ട് എല്ലാവരും അവരുടേതായ സെല്ലിൽ അടച്ചുപൂട്ടുകയാണ്. ഇവിടെ ട്വീഡി ആണെങ്കിൽ അവര് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കറണ്ട് ഒന്നുമില്ല. അങ്ങനെ അവിടെ ഓഫീസർ ലിസ് വന്ന് ഒറ്റ അടിയിൽ ട്വീഡിയെ നിലത്തിട്ടു. അങ്ങനെ വാർഡനോട് സർ അവനെ എനിക്ക് കിട്ടി, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ് അവൻ നമ്മുടെ ഒരു ഓഫീസറിനെ കൊന്നുകളഞ്ഞു, ഒരു കണ്ണിനും മറ്റൊരു കണ്ണ്, അവനെ കൊന്നുകളഞ്ഞേക്ക്. പുള്ളിക്കാരിക്ക് അത് ചെയ്യാൻ മടിയുണ്ട്. അപ്പോൾ നിലത്ത് കിടക്കുന്ന ട്വീഡി എന്തിനാണ് മടിക്കുന്നേ, നീ നിന്റെ ജോലി ചെയ്ത് തീർത്തേക്ക്, നിന്റെ ശക്തി തെളിയിക്ക്. അങ്ങനെ ഓഫീസർ ലിസ് ട്വീഡിയെ ഇടിച്ചു കൊല്ലുകയാണ്. സോ ഇവിടെ ന്യൂസിൽ വന്ന വാർത്ത ദ കണ്ടക്ടർ എന്ന് അറിയപ്പെടുന്ന ട്വീഡി ഒരു ഓഫീസറിനെ കൊന്ന് ജയിൽ ചാടാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു ഓഫീസർ ട്വീഡിയെ കൊന്നുകളഞ്ഞു എന്നാണ്. സോ ഇവിടെ ജയിലിലേക്ക് ഡിയാസിന്റെ ഭാര്യ വിളിക്കുന്നുണ്ട്. ഡിയാസിന് ഒരു കുട്ടിയുമുണ്ട്. ഞാൻ എത്ര കാലം എന്ന് വെച്ചാൽ നിന്നെ കാത്തു നിൽക്കുക എന്നൊക്കെയാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അപ്പോഴാണ് ഓഫീസർ ലിസ് കോൾ കട്ട് ചെയ്തത്. എന്നിട്ട് വാർഡന് നിന്നെ കാണണമെന്ന് പറയാണ്. സോ അദ്ദേഹത്തിന് അറിയേണ്ടത് ലോകവുമായിട്ട് ഡിയാസിന് എന്താണ് ബന്ധം എന്നാണ്. എനിക്കൊരു ബന്ധവുമില്ല സർ, അദ്ദേഹം എന്നോട് നമ്മൾ ഇനി ഫ്രണ്ട്സ് ആണ്, അതേപോലെ ഞാൻ ഇനി മുതൽ കഫ്തീരിയൽ ജോലി ചെയ്താൽ മതി എന്നും പറഞ്ഞു, അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ ശരി, നീ ഈ സെല്ല് കണ്ടോ? ഇതുവരെ ഈ ജയിലിൽ നിന്ന് ഒരാൾ പോലും ഈ സെല്ല് കിടന്നിട്ടില്ല. കാരണം ഇവിടെ ഒരു മിനിറ്റ് ഒരു മണിക്കൂർ പോലെയാണ്, ഒരു മണിക്കൂർ ഒരു ദിവസം പോലെയാണ്, ഒരു ദിവസം ഞാൻ പറയണ്ടല്ലോ. സോ നീ കാരണം എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായാൽ നിന്നെ ആയിരിക്കും ഞാൻ ആദ്യം ഈ സെല്ല് ഇടാനായിട്ട് പോവുക. അതുകൊണ്ട് ബി കെയർഫുൾ എന്ന ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ട് വാർഡൻ പോവുകയാണ്. സോ താൻ എന്താണ് ചെയ്തത് എന്ന് ഡിയാസിന്റെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടെ പേ ബാക്ക് ആണെങ്കിൽ എപ്പോഴും രക്തം കൊണ്ട് മുഖത്ത് ക്രോസ് ആക്കുന്നു നമ്മൾ കാണാറില്ലേ, എന്നാൽ ഇപ്രാവശ്യം പേ ബാക്ക് മുഖത്ത് ക്രോസ് സ്വയം ടാറ്റു ചെയ്യുന്നത് കാണാം. എന്നിട്ട് ക്രോസ് ഒക്കെ ടാറ്റു ചെയ്ത് വീണ്ടും ജിമ്മുമായി ഏറ്റുമുട്ടാനായിട്ട് പോവുകയാണ്. എന്നാൽ അവര് വാക്ക് തർക്കമാവുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ തല്ലൊന്നുമായിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു കളിച്ചു. അതൊക്കെയല്ലേ അവരുടെ ഒരു സന്തോഷം. പിന്നെ ഗൈസ് ഈ വരുന്ന ഫ്രൈഡേ ആണ് വാർഡൻ ഡെവിളിന് റിട്ടയർ ആവാനായി പോകുന്ന ദിവസം. അതായത് അദ്ദേഹം റിട്ടയർ ആവുന്ന ദിവസം അദ്ദേഹം വലിയ കോടീശ്വരനാവും. കാരണം ലോബ് അദ്ദേഹത്തോട് പറഞ്ഞതാണ് തന്റെ സ്വത്തിന്റെ ഒരു വിഹിതം അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റുമെന്ന്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത ഡിയാസ് അതൊക്കെ ചോദിക്കാനായിട്ട് ലോബിനെ കാണാനായി ചെന്നു. എന്നിട്ട് ചോദിക്കാണ്, ഈ ജയിലിൽ ഒരു സൂപ്പർ പവറും ഇല്ലാത്ത എന്നെ താങ്കൾ എന്തിനാണ് സുഹൃത്താക്കിയത്? താങ്കൾ എന്നെ വെച്ച് എന്താണ് ചെയ്യുന്നത്? എനിക്ക് അതൊക്കെ അറിയണം. അപ്പോൾ ലോബ് പറയണം, നീ ആദ്യം കുറച്ച് ക്ഷമിക്കും, അധിക ദിവസമൊന്നും വേണ്ട, ഈ വെള്ളിയാഴ്ച വരെ നീ ഒന്ന് ക്ഷമിച്ച് കാത്തു നിൽക്ക്, അന്ന് നിനക്ക് മനസ്സിലാവും. ഇവിടെ ഫെലീസിക്ക് മെസ്സേജ് വന്നു. അതായത് പുള്ളിക്കാരി ആയിരിക്കില്ല അടുത്ത വാർഡൻ, ഇത് ബോർഡിന്റെ തീരുമാനമാണ്. എന്നാൽ ഇത് ബോർഡിന്റെ തീരുമാനമല്ല, ഇത് വാർഡൻ ഡെവിൻ എടുത്ത തീരുമാനമാണ് എന്ന് നല്ല ഉറപ്പുള്ള ഫെലീസിയ വാർഡനുമായിട്ട് വഴക്കായി. അതായത് ഇവിടെ അടുത്ത വാർഡൻ ആവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് എനിക്ക് മാത്രമാണ്, പിന്നെ താങ്കൾ എന്തിനാണ് എനിക്ക് ആ സ്ഥാനം തരാതെ അത് ക്യാപ്റ്റൻ ജെയ്സണിന് കൊടുത്തത്? അപ്പോൾ ഡെവിലിൻ അഹങ്കാരത്തോടെ പറയാണ്, എന്റെ പൊന്നുമോൾ അടങ്ങ്, മോൾ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ല, മോള് വളരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ പുള്ളിക്കാരി ദേഷ്യം പിടിച്ചിട്ടും സങ്കടത്തോടെയും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ക്യാപ്റ്റൻ ജേസണിന് മനസ്സിലായി താനാണ് അടുത്ത വാർഡൻ എന്ന്. എന്നാൽ ജേസണിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അദ്ദേഹം കുടുംബത്തിന്റെ കൂടെ തീരെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ജോലി മതിയാക്കി ഭാര്യയുടെയും മക്കളുടെയും കൂടെ സന്തോഷമായി സമയം ചിലവഴിക്കണം എന്നാണ് ജേസണിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പൊസിഷൻ കിട്ടാനായിട്ടും ജേസണിന് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. സോ ഇന്നാണ് ഫ്രൈഡേ അഥവാ വാർഡൻ ഡെവിലിന്റെ ലാസ്റ്റ് ഡേ ആസ് എ വാർഡൻ. അങ്ങേര് ഇന്നാണ് റിട്ടയർ ആവാനായിട്ട് പോകുന്നത്. സോ അദ്ദേഹം ഓഫീസിൽ ഫെലീസിനെയും ജേസണിനെയും വിളിച്ചു വരുത്തി ആരാണ് അടുത്ത വാർഡൻ എന്ന് അനൗൺസ് ചെയ്യാനായിട്ട്. ഫെലീസയ്ക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, അതായത് പുള്ളിക്കാരി തന്നെ വാർഡൻ ആവുമെന്ന്. എന്നാൽ ഡെവിലിൻ ആണെങ്കിൽ ഫെലീസിക്ക് ചെറിയ ഒരു പ്രൊമോഷൻ മാത്രം കൊടുത്തു. എന്നാൽ പുള്ളിക്കാരിയെ വാർഡൻ ആക്കിയിട്ടില്ല. വാർഡനായിട്ട് തിരഞ്ഞെടുത്തത് ക്യാപ്റ്റൻ ജേസണിനെ തന്നെയാണ്. സോ ഇവിടെ അവസാനമായിട്ട് ജയിലിൽ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വാർഡൻ ഡെവിലിന് ലോബിനെ കാണാനായി ചെന്നു. എന്തിന്? ലോബിന്റെ സ്വത്തിന് വേണ്ടി. അങ്ങനെ സ്വത്ത് ട്രാൻസ്ഫർ
ചെയ്യണമെങ്കിൽ ഐപാഡും വൈഫൈ കണക്ഷനും ലോബിന് വേണം. അങ്ങനെ ഐപാഡും കൊടുത്തു, അതിൽ വൈഫൈയും കണക്ട് ചെയ്തു. സോ ഇവരുടെ ഡീൽ എന്തെന്ന് വെച്ചാൽ ലോബിന്റെ സ്വത്ത് വാർഡൻ ഡെവിലിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ജയിലിന്റെ അകത്ത് ലോബിന് എല്ലാ സുഖ സൗകര്യവും 5 സ്റ്റാർ ഭക്ഷണവും ഒക്കെ ഡെവിലിന്റെ സ്വാധീനത്തിൽ ലോബിന് ലഭിക്കും. സോ നിങ്ങൾ വിചാരിക്കേണ്ട ലോബ് അദ്ദേഹത്തെ പറ്റിക്കുമെന്ന്. ലോബ് വാക്ക് പാലിക്കുന്നവനാണ്. ലോബ് തന്റെ സ്വത്തിന്റെ ചെറിയ വിഹിതം മാത്രമല്ല, ലോബ് ഒളിപ്പിച്ചു വെച്ച ലോബിന്റെ സകല സ്വത്തും ഡെവിലിന്റെ പേരിലേക്ക് മാറ്റുകയാണ്. ഇത് കണ്ട് ഡെവിലിന്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് അങ്ങേര് ബില്യണയർ ആവാനായി പോകുന്നത്. സോ ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ചോദ്യമാണ്, സ്വത്തിന്റെ ഒരു വിഹിതം മാത്രം ചോദിച്ച ഡെവിലിന് എന്തിനാണ് ദ ലോബ് തന്റെ മുഴുവൻ സ്വത്തും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? സോ ഇവിടെ എല്ലാം ട്രാൻസ്ഫർ ചെയ്തു, പക്ഷെ അത് ട്രാൻസ്ഫർ ആവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ലോബ് ആ ഐപാഡിൽ സ്വത്തുകൾ ട്രാൻസ്ഫർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതേസമയം അവിടുത്തെ സിസ്റ്റം ഹാക്ക് ചെയ്ത് ആ ജയിലിലെ എല്ലാവരുടെയും നള്ളിഫൈങ് എക്വിപ്മെന്റ് ഡിസ്കണക്റ്റും ചെയ്തു. അതായത് എല്ലാവർക്കും ഇപ്പോൾ അവരുടെ സൂപ്പർ പവേഴ്സ് തിരിച്ചു ലഭിച്ചു. ഈ ജിം എന്നവന് സൂപ്പർ പവേഴ്സ് തിരിച്ചു ലഭിച്ചപ്പോൾ അവന്റെ രൂപമേ മാറി. സോ ഇതാണ് ജിമ്മിന്റെ യഥാർത്ഥ സൂപ്പർ പവർ ഉള്ള രൂപം. ആളെ എത്ര അടിച്ചാലും വേദനിക്കില്ല, അത്രത്തോളം പവർഫുൾ ആണ് ജിമ്മ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വമ്പൻ ഫൈറ്റ് ആണ്. എല്ലാവരും അവരുടെ സൂപ്പർ പവർ യൂസ് ചെയ്യാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതിന് ഒരുത്തനാണെങ്കിൽ കണ്ണുകൊണ്ട് വെടിവെക്കാൻ പറ്റും. അങ്ങനെ അവനാണെങ്കിൽ കണ്ണുകൊണ്ട് വെടിവെക്കുമ്പോൾ കൈയും കാലും ഒക്കെ അവന്റെ വെടി കൊണ്ട് നഷ്ടമാവുന്നൊക്കെയുണ്ട്. ഒരുത്തൻ ഭയങ്കര ശബ്ദമാണ്. ആ ശബ്ദം മതി ശത്രുവിനെ പരാജയപ്പെടുത്താൻ. ഒരുത്തന്റെ കയ്യിലാണ് സൂപ്പർ സ്ട്രെങ്ത് ഉള്ളത്. അത് വെച്ച് ശത്രുവിനെ ഇല്ലാതെയാക്കാൻ പറ്റും. വേറൊരുത്തന് എത്ര മുറിവേറ്റാലും അത് അപ്പോൾ തന്നെ ഹീലാവും. പിന്നെ തീറ്റപ്പണ്ടാരമായി ഇങ്ങേരുടെ വായനാറ്റം സഹിക്കാനാവാത്തതാണ്. ഓഫീസേഴ്സ് അങ്ങേരെ പിടിക്കാനായി പോകുമ്പോൾ വായ കൊണ്ട് ഊതി എല്ലാ ഓഫീസേഴ്സിനെയും ബോധം കെടുത്തി. അങ്ങനെ എല്ലാവരും അവരുടേതായ സൂപ്പർ പവേഴ്സ് വെച്ച് ഫുൾ വയലൻസ് ചെയ്യുകയാണ്. അപ്പൊ ഓഫീസേഴ്സിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അവരുടെ സിസ്റ്റം ഹാങ് ആയതുകൊണ്ടാണ്. അങ്ങനെ ജനറേറ്റർ റൂമിലേക്ക് ക്യാപ്റ്റൻ ജേസൺ പോവുകയാണ്. അവിടുന്ന് ഇത് റെഡിയാക്കാൻ ആവത്തുള്ളൂ. എന്നാൽ ജേസണിനെ തടയാനായിട്ട് ജിമ്മും പിന്നാലെ പോകുന്നുണ്ട്. ഫെലീസിയ ജേസണിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന്. എന്നാൽ അപ്പോഴേക്കും അവിടെ ജിമ്മ് വരുന്ന ശബ്ദം ജേസൺ കേട്ടു. അങ്ങനെ ജേസൺ അവിടെ ഒളിച്ചിരുന്നു. പിന്നെ ഇവിടെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഈ കണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നവൻ വളരെ നിസ്സാരമായിട്ട് ആൾക്കാരെ കണ്ണുകൊണ്ട് വെടിവെച്ചിട്ട് കൊന്നുകളയുകയാണ്. എന്നാൽ അവന്റെ പിന്നിൽ നിന്ന് അവന്റെ കഴുത്ത് പിടിച്ച് പേ ബാക്ക് അവനെ കൊന്നുകളഞ്ഞു. ഇവിടെ എന്താണ് ജയിൽ നടക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാവാതെ ഡെവിലിൻ ഇരിക്കുകയാണ്. ലോബിന്റെ സെല്ല് പുറത്തുനിന്ന് ലോക്ക് ആയതുകൊണ്ട് തന്നെ ഡെവിലിനും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ ഇവിടെ ജനറേറ്റർ റൂമിൽ നിന്ന് ജിമ്മ് ജേസണിനെ പിടികൂടി ജേസണിനെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ അവിടെ ജനറേറ്റർ റെഡിയാക്കിയതിനു ശേഷം അവിടെ ഒരു വയർ ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് ജിമ്മ് അറിയാതെ തൊട്ടപ്പോൾ അവിടെ സ്പാർക്ക് ഉണ്ടായി പൊട്ടിത്തെറി സംഭവിച്ചു. ആ പൊട്ടിത്തെറിയിലെ ജിമ്മ് മരണപ്പെട്ടു. ജേസൺ ജിമ്മിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സോ ഇവിടെ ജയിൽ മുഴുവനും അലാറം അടിക്കുന്നത് കേട്ടപ്പോൾ ഡെവിലിൻ ലോബിനോട് ചോദിക്കാണ്, പറ നീ അല്ലേ ഇതിന്റെ പിന്നിൽ, നീ എന്താണ് ചെയ്തത്? അപ്പൊ ലോബ് പറയാണ്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു സൂപ്പർ പവർ കൂടി എന്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു ക്ലിക്ക് പോലെ സംഭവിച്ചു. അതായത് എന്തോ ഒരു മാറ്റം പോലെ. ഇത് കണ്ടിട്ട് നമുക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഡെവിലിൻ ആണെങ്കിൽ ലോബിനെ അടിച്ചു വീഴ്ത്തി ബോധം കെടുത്തി. എന്നിട്ട് ഐപാഡ് വാങ്ങി വെച്ചു. ഇപ്പോൾ ഡെവിലിൻ ആണെങ്കിൽ ബില്യണയർ ആയി. ലോബിന്റെ സകല സ്വത്തും ഇപ്പോൾ ഡെവിലിന്റെ പേരിലാണ്. അങ്ങനെ കഥയുടെ ക്ലൈമാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ജയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സെല്ലിലെ ആ സെല്ലിൽ ലോബിനെ അടച്ചു പൂട്ടുകയാണ്. അങ്ങനെ അടച്ചു പൂട്ടാനായിട്ട് പോകുന്ന സമയത്ത് ലോബ് ചോദിക്കാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഞാൻ ഡെവിലിനാണ്, പ്ലീസ് എന്നെ വിട് എന്നൊക്കെ ലോബ് പറയുന്നുണ്ട്. എന്നാൽ ഓഫീസർ ലോബിനെ ആ സെൽ അടച്ചുപൂട്ടി. അങ്ങനെ അവിടുന്ന് നരകിക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണാം. അതേപോലെ ഡെവിലിൻ ആണെങ്കിൽ ഫെലീസിയോട് പറയാണ്, എനിക്കൊരു തെറ്റുപറ്റി, നീയാണ് ശരിക്കും വാർഡൻ ആവേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ഇപ്പോൾ തിരുത്തി. കൺഗ്രാറ്റ്സ്, താങ്കളാണ് ഇനി ഈ ജയിലിന്റെ വാർഡൻ. അങ്ങനെ അത് കേട്ടപ്പോ ഫെലീസിയക്ക് ഒരുപാട് സന്തോഷമായി. ഇവിടെ ഇവരുടെയൊക്കെ സൂപ്പർ പവേഴ്സ് വീണ്ടും അവര് നള്ളിഫൈ ചെയ്തു. അങ്ങനെ ദേഷ്യത്തിൽ പേ ബാക്ക് ഒച്ച വെക്കുന്നത് കാണാം. ക്യാപ്റ്റൻ ജേസൺ ആണെങ്കിൽ തന്റെ ആഗ്രഹം പോലെ തന്നെ ജോലി രാജിവെച്ചു. ഇനി താൻ ആഗ്രഹിച്ചതുപോലെ തന്റെ കുടുംബത്തിന്റെ കൂടെ സമയം ചിലവഴിക്കാനായിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ജേസൺ പോകുന്നത്. സൂപ്പർ പവേഴ്സ് ഒന്നും ഇല്ലാത്ത ഡിയാസിനെ അവര് മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണ്. ഡെവിലിന്റെ ആവശ്യപ്രകാരം അവര് ഡേരിയസിനെ മോചിപ്പിച്ചു. അങ്ങനെ ഡേരിയസിനെ ജയിലിലേക്ക് കൂട്ടാൻ വന്നത് ഡെവിലിൻ ആണ്. ഡെവിലിൻ സകല സ്വത്തുക്കളുമായിട്ട് രാജ്യം വിടാനായി പോവുകയാണ് ഇനി പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി. എന്നാൽ നമ്മൾക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്, ഡെവിലിൻ ശരിക്കും ഡെവിലിൻ ആണോ എന്ന്. അല്ല, നമ്മൾ ലോബും ഡെവിലിനും സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൺഫ്യൂസ്ഡ് ആയ ക്ലിക്ക് കണ്ടിട്ടില്ലേ? അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഡെവിലിന്റെ ശരീരം മാത്രമാണ് ഡെവിലിന്റേത്. എന്നാൽ അതിൽ ഇപ്പോൾ ജീവിക്കുന്നത് ലോബാണ്. അതായത് ലോബ് തന്റെ മൈൻഡ് ഡെവിലിന്റെ ശരീരത്തിലേക്ക് സ്വിച്ച് ചെയ്തു.
അതായത് ഇപ്പോൾ ലോബിന്റെ ശരീരത്തിൽ ജീവിക്കുന്നത് ഡെവിലിനാണ്. അതായത് അവർ ഇപ്പോൾ ശരിക്കും ശിക്ഷിക്കുന്നത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഡെവിലിനെയാണ്. ഡെവിലിന്റെ പേരിൽ ലോബിന്റെ സകല സ്വത്തുക്കളും ലോബ് മാറ്റിയത് അത് ഡെവിലിന് വേണ്ടിയല്ല, പകരം ഡെവിലിന്റെ ശരീരം തന്റെ ശരീരവുമായി സ്വിച്ച് ചെയ്ത് ലോബിന് തന്നെ വേണ്ടിയാണ് സകല സ്വത്തുക്കളും ഡെവിലിന്റെ പേരിലേക്ക് മാറ്റിയത്. സ്വത്തുകൾ മാത്രമല്ല ഡെവിലിന്റെ പേരിലേക്ക് മാറ്റിയത്, തന്റെ സ്വന്തം ശരീരവും മനസ്സും ലോബ് ഡെവിലിന്റെ ശരീരത്തിലേക്ക് സ്വിച്ച് ചെയ്തിരുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.